ഡിവൈഎഫ്ഐ അടക്കമുള്ള യുവജന പ്രസ്ഥാനങ്ങൾ കേരളത്തിൽ ഒരുപാട് വിപ്ലവ പോരാട്ടങ്ങളുടെ കഥ പറയുന്ന കൂത്തുപറമ്പിന്റെ സമര ഓർമ്മകൾ അയവിറക്കുന്ന കേരളത്തിലെ ഒരുപാട് സമരങ്ങളുടെ ചരിത്രം പറയുന്ന എനിക്ക് ഓർമ്മയുണ്ട്. നമ്മളെ വിദ്യാഭ്യാസ കാലത്തൊക്കെ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് മുന്നിൽ നടന്ന രൂക്ഷമായ പോലീസുമായുള്ള ഏറ്റുമുട്ടലുകൾ, അത്തരത്തിൽ നിരവധിയായ മർദ്ദന മുറകൾ സഹിച്ച സമരങ്ങളൊക്കെ, ആ സമരങ്ങളുടെ വേലിയേറ്റ് കേരളത്തിലെ സമരങ്ങളുടെ ഒരു യുവജന പ്രക്ഷോഭങ്ങളുടെ ഒരു വേലിയേറ്റം തന്നെ സൃഷ്ടിച്ച ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഞാൻ ഒരു സമരത്തെയും തള്ളിപ്പറയില്ല. കാരണം അവകാശങ്ങൾ ചോദിച്ചു വാങ്ങണം, നിഷേധിക്കുന്ന അവകാശങ്ങൾ തിരിച്ചു വാങ്ങാനുള്ള യുവജന പ്രക്ഷോഭം ജനാധിപത്യത്തിന്റെ സൗന്ദര്യമാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. കാരണം അരാഷ്ട്രീയവാദം ഒരു അർബുദം പോലെ സംസ്ഥാനത്തിന് കാർന്നു തിന്നുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ അതിനെതിരെ യുവജന പ്രസ്ഥാനം, അത് ഡിവൈഎഫ്ഐ ആയാലും യൂത്ത് കോൺഗ്രസ് ആയാലും യുവമോർച്ച ആയാലും യൂത്ത് ലീഗ് ആയാലും എല്ലാവരും ശക്തിപ്പെടണമെന്ന് തന്നെയാണ് അഭിപ്രായം. പക്ഷേ വിളിച്ച മുദ്രാവാക്യം മുഴുവൻ വിഴുങ്ങി ഇപ്പോൾ ഇത്തരത്തിൽ വിദ്യാഭ്യാസ കച്ചവടക്കാർക്കും അല്ലെങ്കിൽ ഒരു കാലത്ത് കോർപ്പറേറ്റ് മുതലാളിമാർക്കും ഫാസിസത്തിനുമെതിരെയൊക്കെ സമരം ചെയ്ത മുദ്രാവാക്യം വിളിച്ച ആളുകൾ അവർക്ക് അടിയറ വെക്കുന്നുവെന്ന് സ്വന്തം മുന്നണിയിലെ ഘടകകക്ഷി പറയുമ്പോൾ അതിനെതിരെ ഒരു അക്ഷരം മിണ്ടാതെ, സ്വന്തം മുന്നണിയിലെ ഒരു പാർട്ടി ഭരിക്കുന്ന വകുപ്പിൽ ഒരു ഫീസ് വർധനമുണ്ടെന്ന് പറയുന്ന കാര്യം പറഞ്ഞ് സമരം ചെയ്യേണ്ട ഗതികേടിലേക്ക് വിപ്ലവ യുവജന പ്രസ്ഥാനമെന്ന് സ്വയം പറയുന്ന ഒരു സംഘടന എത്തിച്ചേർന്നിട്ടുണ്ടെങ്കിൽ ആ സംഘടനയുടെ അപജയം എത്രത്തോളം ഉണ്ട് എന്ന് നമ്മൾ വിലയിരുത്തേണ്ടതുണ്ട്.